ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഡിഫറൻഷ്യൽ കാൽക്കുലസിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ഡിഫറൻഷിയേഷൻ, വാട്ട് ഈസ് ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷനുണ്ട് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്താണെന്ന് പ്ലസ് ടുവിലെ മാത്സ് ബുക്കിലുണ്ട്, ഞാൻ അതിനെപ്പറ്റി പറയണില്ല. നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ഒരു ഡൊമെയിനുണ്ട്, എഫ് എന്ന് പറഞ്ഞ റേഞ്ചുണ്ട്. ഇത് തമ്മിലുള്ള റിലേഷനാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്കിവിടെ എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ ഈ എക്സ് 0 ഞാൻ ഈ പോയിന്റിന് എടുക്കണം. ദിസ് ആക്സിസ് ഈസ് എക്സ്, ദിസ് ആക്സിസ് ഈസ് എഫ് ഓഫ് എക്സ് ഓർ വൈ ആക്സിസ്. ഈ x0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ എഫിന് ഒരു വാല്യൂ ഉണ്ട്, എഫ് ഓഫ് എക്സ് 0 എന്നൊരു വാല്യൂ ഉണ്ട്. ഈ എക്സിന് വളരെ ചെറിയൊരു ചേഞ്ച് കൊടുക്കുന്നു. എക്സിന് വളരെ ചെറിയൊരു ചേഞ്ച്. ആ ചേഞ്ച് ചിലപ്പോൾ 0.0000000001 ആയിരിക്കാം. 0യുടെ വളരെ അടുത്തൊരു വാല്യൂ ആണ്. ആ ചേഞ്ച് കാരണം ഈ എഫ് ഓഫ് എക്സിനും ചെറിയൊരു വാല്യൂ ഉണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ഇതായിരിക്കും. അതിനെ നമുക്ക് ഡി എഫ് എന്ന് വിളിക്കാം. ഈ ചേഞ്ചാണ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡി എഫ് കിട്ടി, ഡി എക്സ് കിട്ടി. ഇത് തമ്മിലുള്ള റേഷ്യോ നമ്മൾ എടുക്കുക. ഈ റേഷ്യോയ്ക്കാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറേ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാം ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. ആ ലിസ്റ്റിൽ ചില ഫങ്ഷൻസ് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. സൈൻ എക്സ്, കോസ് എക്സ്, അങ്ങനെ ചില ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഞാനതിനെപ്പറ്റി പറയുന്നില്ല. എന്തായാലും ഇവിടെ എക്സിനൊരു ചേഞ്ച് ഉണ്ടായപ്പോൾ നമ്മുടെ ഫങ്ഷന് ഒരു ചേഞ്ച് ഉണ്ടായി. അപ്പോൾ അതിനാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ആ ഡെറിവേറ്റീവ് റെപ്രസെൻറ്റ്സ് വാട്ട്? ഇവിടെ ഈ x0 എന്നൊരു പോയിൻ്റ് എടുത്തു, ഇവിടെ x1 എന്നൊരു പോയിൻ്റ് എടുക്കുക. ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്ത് നമുക്കൊരു സീക്കൻഡ് വരയ്ക്കാം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഒരു എഫ് ഓഫ് എക്സ് വാല്യൂ ഉണ്ടാവും. അത് തമ്മിലുള്ള ഡിഫറൻസ് എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0 ബൈ x1 മൈനസ് x0 എന്ന് പറയുന്നത് നമ്മുടെ ഈ സീക്കൻഡിൻ്റെ സ്ലോപ്പായിരിക്കും. ആ തിയറി നിങ്ങൾക്കറിയാമല്ലോ. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ്റെ തിയറി എടുത്ത് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ x1 എന്നൊരു പോയിൻറ്റിനെ ഈ x0നോട് അടുപ്പിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇതിലെ ഈ പോയിൻറ്റും ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡി എഫ് ആയിട്ട് മാറും, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡി എക്സ് ആയിട്ട് മാറും. ഈ ഡി എക്സ് എന്ന് വെച്ചാൽ ഇത് പറഞ്ഞ പോലെ വളരെ ചെറിയൊരു വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒരു പോയിൻ്റായിട്ട് കണക്കാക്കാം. അങ്ങനെ കണക്കാക്കി കഴിയുമ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആയിട്ട് മാറും. എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം, ഡി ഓഫ് എക്സ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം വരച്ച സീക്കൻഡിൻ്റെ സ്ലോപ്പ് തന്നെയാണ്. ഇവിടെ അടുപ്പിച്ച് കൊണ്ടുവന്നു വെച്ചാൽ അത് സ്ലോപ്പ് അല്ലാതാവില്ല. ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്ന് ഇത് ഈ ഡിഫറൻസ് വളരെ ചെറിയൊരു വാല്യൂ ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ സീക്കൻഡ് ഒരു പോയിൻറ്റിനെ മാത്രം ടച്ച് ചെയ്യണ ഒരു ലൈനായിട്ട് മാറും. ദെൻ ദാറ്റ് ബിക്കംസ് എ ടാൻജൻറ്റ്. നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആ ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്. നോക്കാം, ഇതാണ് സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ്.
അപ്പോൾ ഇത് 0 ആണ്, ഇത് 2π ആണ്, അതെല്ലാം നിങ്ങൾക്കറിയാം. ഇത് π ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ we can consider it as a straight line. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താണ്? അത് 1/2 ആണ്. ഈ 0യുടെ അടുത്ത ഒരു പോയിന്റിൽ അത് നമ്മൾ മാഗ്നിഫൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കും, സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ സ്ലോപ്പ് 45 ഡിഗ്രിയാണ്. ഇതിൻ്റെ ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടാൻജൻ്റാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബിക്കം 1. അപ്പോൾ 0 എന്ന പോയിന്റിൽ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് 1 ആണെന്ന് കണ്ടു. ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് ടാൻജൻറ്റ് എക്സ് ആക്സിസിനോട് പാരലലാണ്. എന്ന് വെച്ചാൽ tan 0 അതാണ് അവിടുത്തെ സ്ലോപ്പ്, ദാറ്റ് ഈസ് 0. അതുപോലെ ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇത് ഇങ്ങനെയായിട്ട് മാറും, ദാറ്റ് ഈസ് -1. ഇവിടെ എത്തിക്കഴിയുമ്പോൾ 0. ഇവിടെ ഇങ്ങനെ ഓരോ പോയിന്റിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇവിടെ എത്തുമ്പോൾ +1 ആണ്, ഇവിടെ പിന്നെ അത് 0 ആയി, പിന്നെ -1 ആയി, 0 ആയി, അങ്ങനെ പോകും. ദാറ്റ് ഈസ് cos x. അപ്പോൾ നമുക്ക് sin xൻ്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ cos x കിട്ടി. ഇനി cos xൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ പിന്നെയും sin x കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ +1 ആണ്. ഇവിടെ എത്തിയപ്പോൾ 0 ആണ്, ഇവിടെ എത്തിയപ്പോൾ -1 ആണ്, ഇവിടെ പിന്നെ 0 ആയി, ഇവിടെ +1 ആയി, അത് sin x ആണ്. ആ രീതിയിൽ നമുക്ക് കിട്ടും. നമുക്കുള്ളത് ചില ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണ്. രണ്ട് ഫംഗ്ഷൻ്റെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ, ഇവിടെ ഡിഫറൻസ് ആയിട്ടോ പ്രോഡക്റ്റ് ആയിട്ടോ കോഷ്യൻ്റ് ആയിട്ടോ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡെറിവേറ്റീവ് എടുക്കണമെന്നുള്ളത്. ആദ്യം കാണിച്ചേക്കുന്നത് സമ്മായിട്ട് വരുമ്പോൾ ഉള്ളതാണ്. സമ്മായിട്ട് വരുമ്പോൾ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ ഓരോ ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ തന്നേക്കുന്നത് x + sin x. ഇവിടെ u(x)ൻ്റെ സ്ഥാനത്ത് എക്സും v(x)ൻ്റെ സ്ഥാനത്ത് sin x ആണ് കിടക്കുന്നത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അത് ഞാൻ എഴുതി. ദെൻ ജസ്റ്റ് സിംപ്ലി ആഡ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ വിത്ത് ദാറ്റ്. sin xൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് sin xൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1 + cos x. ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി പ്രോഡക്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഞാൻ v എന്നൊരു ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് f(x) എടുത്തേക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ എക്സാമ്പിളായിട്ട് x sin x ഞാൻ എടുത്തേക്കുന്നു. മുമ്പ് x + sin x എടുത്തു, ഇവിടെ x sin x എടുത്തേക്കുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യണത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് യുവിൻ്റെ സ്ഥാനത്ത് എക്സും വിയുടെ സ്ഥാനത്ത് sin x ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ തിയറം അനുസരിച്ച് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് sin x ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് cos x. ഫസ്റ്റ് ഇൻറ്റു വെറുതെ അത് എഴുതിയാൽ മതി. അപ്പോൾ എക്സ് ഞാൻ വെറുതെ അങ്ങ് എഴുതി, പ്ലസ് sin x വരാൻ കാര്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ എക്സ് ആണ്, ആ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ദാറ്റ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. ആ സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ sin x ഞാനിവിടെ എഴുതി, ദാറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അങ്ങനെ എഴുതി. ഇനി ഇത് കോഷ്യൻ്റായിട്ട് ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് u/v ഫോമിൽ വന്നു കഴിഞ്ഞാൽ, ആ രീതിയിലാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. sin x/x അത് അവിടെ നമുക്കിത് ഉപയോഗിക്കാം. അന്നേരം 1/v എന്നുള്ളത് ആണ് സെക്കൻഡ് ഫംഗ്ഷൻ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/x സെക്കൻഡ് ഫംഗ്ഷൻ അങ്ങ് എടുത്തു വയ്ക്കുവാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ 1/x ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഫംഗ്ഷൻ sin x ആണ്, അത് അതുപോലെ തന്നെ എഴുതി.
ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് 1/-1/x² ആണ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ്, പ്ലസ് കോസ് എക്സ് ബൈ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു 1/x. പിന്നെ നമുക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ sin x ഇൻറ്റു -1/x². That is the derivative of, this is the derivative of second and this is the first function. Here this is the derivative of first divided by 1/x. Derivative of first into second function. അങ്ങനെ എഴുതിയാൽ മതി. ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വന്നു കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് ഇവിടെ ഈ സൈൻ എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് x² എന്നൊരു ഫംഗ്ഷൻ വന്നേക്കുവാണ്. x²ൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ സൈൻ എക്സ്. അപ്പോൾ ഇവിടെ g എന്ന് പറയുന്നത് എഫിൻ്റെ ഫംഗ്ഷൻ, എക്സിൻ്റെ ഫംഗ്ഷനാണ്. അതുപോലെ എഫ് എന്ന് പറയുന്നത് ജിയുടെ ഫംഗ്ഷനാണ്. ഇവിടെ x² എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനാണ്. സൈൻ ഈ ഫംഗ്ഷൻ നമ്മുടെ x²ൻ്റെ ഫംഗ്ഷനാണ്. ആ രീതിയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ എഫിൻ്റെ ഡെറിവേറ്റീവ് അതുപോലെ എഴുതുക. ദാറ്റ് ഇൻറ്റു നമ്മുടെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതിൻ്റെ പ്രോഡക്റ്റ് എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചേക്കുന്ന എക്സാമ്പിളിൽ സൈൻ ഓഫ് x² ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ഒറ്റ വേരിയബിളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് വെറുതെ എക്സ് എഴുതിയാൽ പോരാ, ആ ഫംഗ്ഷൻ മുഴുവൻ എഴുതണം. കോസ് x² ദാറ്റ് ഇൻറ്റു ഈ അകത്ത് കിടക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ്, അതാണ് 2x. x² ഡെറിവേറ്റീവ് 2x ആണ്, അത് വെറുതെ എഴുതിയാൽ മതി. അപ്പോൾ കോസ് x² ഇൻറ്റു 2x എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ഈ അകത്ത് കിടക്കുന്ന സാധനം 2x ആയി കഴിയുമ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് 2x, ഈ ആർഗ്യുമെൻ്റ് എന്താണോ അതുപോലെ തന്നെ ഇവിടെ എഴുതണം. കോസ് 2x ഇൻറ്റു ഈ അകത്ത് കിടക്കുന്ന സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് 2, അകത്ത് കിടക്കുന്ന 2x ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2. ഇപ്പോൾ ആ രീതിയിൽ ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഇപ്പോൾ ഡെറിവേറ്റീവ് എടുക്കാനുള്ള എല്ലാ ടൂൾസും നമുക്കായിട്ടുണ്ട്. ഇനി കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രാക്ടീസ് ആയിക്കോളും.